കോഴിക്കോട് അടിവാരത്ത് യുവാവിന് ലഹരി മാഫിയയുടെ മർദ്ദനം. ലഹരി വിരുദ്ധ സമിതി പ്രവർത്തകനായ മുസ്തഫയ്ക്കാണ് പരിക്കേറ്റത്. ലഹരി വിരുദ്ധ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം നടത്തുന്നതിനിടയിലാണ് ആക്രമണം. അങ്ങാടിയിലെ ചുമത്തുതൊഴിലാളിയാണ്. അപ്പോൾ ജനകീയ ജാഗ്രത സമിതിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ 4-5 പേര് അടിവാരം ഒരു 50 മീറ്റർ അകലെയായിട്ട് ഒരു പാലമുണ്ട്, ചുരത്തിൻ്റെ ആയിട്ട് വരും. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു ഇത് കേട്ട് ന്യൂസ് കേട്ട് ഞങ്ങൾ അവിടെ ചെന്നൊരു ഭാഗമായിട്ട് അവരെ അവിടെ കണ്ടു. എൻ്റെ പേരിൽ അവരോട് കാര്യങ്ങൾ ഉപദേശിച്ച് ഇവിടെ നിൽക്കരുത്, ഞങ്ങൾ ജനകീയ ജാഗ്രത സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇവിടുന്ന് പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. കാരണം അവർ പിന്നെ നമ്മളോട് കയർക്കുകയും എന്നോട് ഭീഷണി സ്വരത്തിൽ എന്നോട് പറഞ്ഞു, ഇന്നെ ഞാൻ സ്കെച്ച് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഞാൻ കണ്ടോളാം, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് പിരിയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ 3 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു അങ്ങാടിയിൽ വെച്ച് അവൻ്റെ ബൈക്ക്, അവൻ്റെ പൾസർ, ഒരു ചുവന്ന പൾസർ കൊണ്ട് അവനെന്നെ ഇടിച്ച് അവനങ്ങ് കടന്നു കളയുകയും ചെയ്തു. ഫൈസൽ നെടുമ്പാല കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഫൈസൽ, എപ്പോഴാണ് ഈ മുസ്തഫയ്ക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നത്? അദ്ദേഹം പരാതി വല്ലതും നൽകിയിട്ടുണ്ടോ? പോലീസ് ആക്ഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? സൈഫു, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ മുസ്തഫയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താമരശ്ശേരിയിൽ ഒരു യുവാവ് തന്റെ മാതാവിനെ ലഹരിക്കടിമപ്പെട്ട് വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിവിധ മേഖലയിൽ, താമരശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ, അടിവാരത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ലഹരി മാഫിയക്കെതിരെ ഒരു ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിൽ ജനകീയ സമിതി രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. ഈ അടിവാരത്ത് ഈ പ്രവർത്തനത്തിൽ ഈ മുസ്തഫയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ രാത്രി കാലങ്ങളിൽ വിവിധ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഇടങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നൈറ്റ് പെട്രോളിംഗ് പോലെ നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ, ലഹരി ഉപയോഗിക്കുന്ന ഒരു പാലത്തിനടിയിൽ ലഹരി ഉപയോഗിക്കുന്ന ഇവരെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഇനി ഈ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഉപയോഗിക്കരുത്, നിങ്ങൾ ഇവിടുന്ന് പോകണമെന്ന് പറയുന്നതിന് അടിസ്ഥാനത്തിൽ ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിലർ പറയുന്നുണ്ട്, നിന്നെ ഞാൻ കണ്ടോളാം എന്നുള്ള തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇന്നലെ അടിവാരം ടൗണിൽ വെച്ച് ഈ മുസ്തഫയെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് ഈ മുസ്തഫയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായതായിട്ടാണ് ഇവർ പറയുന്നത്. ഇന്നലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുസ്തഫ താമരശ്ശേരി പോലീസിൽ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ.